വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഹിഡൻ അജണ്ടകൾ. പൊളിറ്റിക്കൽ ഇസ്ലാം അഥവാ രാഷ്ട്രീയ ഇസ്ലാം എന്ന വിഷയം ഇപ്പോൾ കേരളത്തിൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ മുൻപ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിഗൂഢതകളെ കുറിച്ചും അവരുടെ ആസൂത്രിത നീക്കങ്ങളെയും കുറിച്ചുമെല്ലാം വാർത്തകൾ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിലും ആരും അത് കാര്യമായി ഗവനിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു. ആഗോള വ്യാപകമായ ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനമെന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ നീക്കങ്ങളുടെ അപകടങ്ങളെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടെങ്കിലും തങ്ങൾക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കുന്ന ഇവർ കേവലമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അതെല്ലാം മറച്ചു പിടിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തികച്ചും തന്ത്രപരമായി വെള്ളപൂശി മുൻപോട്ട് നീങ്ങിയതിനാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും അതിന്റെ യഥാർത്ഥ മുഖം എന്താണെന്നോ അതുണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ചോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുൻപൊക്കെ മതരാഷ്ട്രവാദത്തെ ചെറുത്ത് തോൽപ്പിച്ചിരുന്ന കേരളത്തിലെ ഇടതുശേരികൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അറിഞ്ഞോ അറിയാതെയോ കണ്ണടച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആപൽക്കരമായ നീക്കങ്ങളെ നിസാരമാക്കി നീങ്ങിയിരുന്നു. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എല്ലാത്തരം നിഗൂഢതകളെയും പൊളിച്ചടുക്കിക്കൊണ്ട് മുതിർന്ന CPM നേതാവായ P. ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം പുറത്തിറങ്ങിയതോടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇഗ്നോർ ചെയ്ത ഇടത് നേതാക്കന്മാരിൽ ഭൂരിപക്ഷത്തിനും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ യാഥാർത്ഥ്യങ്ങളെ സമ്മതിക്കേണ്ടതായി വന്നു എന്നതാണ് സത്യം. അതിന്റെ ചർച്ചകൾ അണമുറിയാതെ തുടരുമ്പോഴും വിഭിന്ന ദേശങ്ങളിൽ വിഭിന്ന ഭാവങ്ങളിൽ മുൻപോട്ട് പോകുന്ന ഈ ആപൽക്കര പ്രവണതകൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ്. മനുഷ്യരുടെ കേവല നിരീക്ഷണത്തിൽ അപാകതകളോ ദൂഷ്യവശങ്ങളോ ഒന്നും വ്യക്തമാകാത്തതും എന്നാൽ മനുഷ്യൻ വ്യാപരിക്കുന്ന ഇടങ്ങളെയെല്ലാം തികച്ചും ആസൂത്രിതമായി വിഴുങ്ങാൻ പോന്നതുമായ അതിതീവ്രവും നിഗൂഢവും മതാധിഷ്ഠിതവുമായ നീക്കങ്ങളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റേത്. മിഡിൽ ഈസ്റ്റിൽ ഏറെ പ്രസിദ്ധനായ അമേരിക്കൻ ഇസ്രയേലി പണ്ഡിതനായ മാർട്ടിൻ സെയ്ത്ത് ക്രാമർ നീണ്ടകാലം ഈ ഇസ്ലാമിക നീക്കങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് 1980 പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പദം ഉപയോഗിച്ചത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പ്രതിഭാസത്തിന് ഉപയോഗിക്കുന്ന പദങ്ങൾ വിദഗ്ധർക്കിടയിൽ വ്യത്യസ്തമാണെങ്കിലും അനാവശ്യമോ ആവർത്തനമോ ആയിട്ടുള്ള പ്രവണതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൗട്ടോളജിക്കൽ ആസ്പെക്ട് ആണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പിൽക്കാലത്ത് ക്രാമർ പ്രസ്താവിച്ചു. രാഷ്ട്രീയ വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ മതത്തെ ഉപയോഗിക്കുന്ന ഒരു ആധുനിക പ്രതിഭാസമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും അത് സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും അഭിവൃദ്ധിയുടെയും ദേശീയതയുടെയും സോഷ്യലിസത്തിന്റെയും മതേതര പ്രത്യയ ശാസ്ത്രങ്ങളുടെ പരാജയമാണെന്നും മെൽബൺ സർവകലാശാലയിലെ പ്രൊഫസറായ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഷഹ്റാം അക്ബർ സാദയുടെ റൗട്ട്ലെറ്റ്സ് ഹാൻഡ്ബുക്ക് ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലെയും രാഷ്ട്രീയത്തെയും ഭരണത്തെയും നിയമ സാംസ്കാരിക സംവിധാനങ്ങളെയും എല്ലാം രൂപപ്പെടുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഇസ്ലാമിക മത ആശയങ്ങൾ മുഖ്യ പങ്ക് വഹിക്കണമെന്നുള്ള ആശയത്തിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും അത്തരത്തിലുള്ള വിവിധ നിർവചനങ്ങളും വിശാലമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മതത്തിന്റെ സവിശേഷമായ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗണ്ടർ ടെററിസം ആൻഡ് കോൺഫ്ലിക്ട് പ്രിവെൻഷന്റെ ഡയറക്ടറായ റാൽഫ് തീലയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഈ കാലഘട്ടത്തിൽ വിവിധ രൂപത്തിലും ഭാവത്തിലും ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് കടന്നുകയറി പടർന്നു പിടിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രധാന തന്ത്രങ്ങളിലൊന്നാണ് ഭയപ്പെടുത്തൽ. ലോകത്തിലെ വിവിധ ദേശങ്ങളിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം അധിനിവേശം നടത്തുമ്പോൾ അവർ ആദ്യമായി അവലംബിക്കുന്ന ഭയപ്പെടുത്തൽ എന്ന രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രം ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമായ കേരളത്തിൽ ഇവർ കാര്യക്ഷമമായി പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ചില പ്രത്യേക വിഷയങ്ങളിൽ പ്രതികരിക്കാതെ മിണ്ടടങ്ങിയിരിക്കുകയും ഭയപ്പെട്ട് പിൻവാങ്ങുകയും ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ആവേശത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സവിശേഷതകൾ. അതൊരു പരിധിക്കപ്പുറത്ത്
ആപൽക്കാരമായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ കടന്നുകയറി 1200ഓളം ഇസ്രയേലിനെ കൊല്ലുകയും നൂറുകണക്കിന് ഇസ്രയേലിനെ ബന്ദികളാക്കുകയും കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വയോവൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ അത്രത്തോളം പേരെ പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത പാലസ്തീൻ തീവ്രവാദികളായ ഹമാസിനെ തീവ്രവാദികളെന്ന് ആർജവത്തോടെ വിളിക്കാൻ പോലും കേരളത്തിലെ ഇത്തരം രാഷ്ട്രീയക്കാർ ഭയന്നിരുന്നുവെന്നതും അങ്ങനെ വിശേഷിപ്പിക്കുവാൻ ആർജവം കാട്ടിയ ലോകോത്തര നേതാക്കന്മാർക്കെതിരെ ഇവർ കടന്നാക്രമണം നടത്തിയതും കേരള സമൂഹത്തിൽ വ്യക്തമായി കണ്ടതാണ്. ചില നേതാക്കന്മാരാകട്ടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അനിഷ്ടം തങ്ങളുടെ തലയിൽ പതിക്കാതിരിക്കാൻ ഒരു മുഴം മുൻപേ ഹമാസിനെ പോരാളികളെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും വിശേഷിപ്പിച്ച് തടി തപ്പുകയും ഒരു പടി കൂടി കടന്ന ചിലരാകട്ടെ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഹമാസിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണമെന്ന് പോലും പ്രസ്താവനകൾ ഇറക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ഇവരെല്ലാം തന്നെ ഇത്തരം ഭയപ്പെടുത്തുന്ന കീഴടക്കൽ വ്യവസ്ഥിതികളുടെ പരിണിത ഫലമായി കേരളത്തിൽ നിലകൊള്ളുകയാണ്. മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി ജില്ലക്കാരിയായ സൗമ്യ സന്തോഷിന്റെ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് സത്യസന്ധമായ വിവരങ്ങൾ ചേർത്ത് പോസ്റ്റിട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി താമസിയാതെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിയതും പിന്നെ പിൻവലിച്ചതും ഇത്തരം വ്യവസ്ഥിതികൾക്ക് കീഴടങ്ങി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അത്തരമൊരു പോസ്റ്റിന്റെ സത്യസന്ധതയിൽ നിന്ന് ഉൾവലിയേണ്ടതായി വന്നുവെന്നും നിസ്സാരമായി കാണാനാകില്ല. കേരളത്തിലെ ന്യൂനപക്ഷത്തിൽ പ്രമുഖരായ ക്രൈസ്തവർക്കും മുസ്ലിമുകൾക്കും ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിഭജിക്കുന്നതിൽ നിന്ന് ഉണ്ടാക്കിയ 80-20 എന്ന വികലമായ അളവുകോലിനെതിരെ ക്രൈസ്തവർ കോടതിയിൽ പോകുകയും അവർക്ക് അനുകൂലമായ വിധി വന്നപ്പോൾ ക്രൈസ്തവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം നീതിക്ക് വിരുദ്ധമായി നിലപാടുകളെടുത്ത് ക്രൈസ്തവ വികാരത്തിനെതിരെ നിലകൊള്ളുന്ന കാഴ്ചകളാണ് കണ്ടത്. അതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളിൽ നിന്ന് വ്യതിചലിക്കാനാകാത്ത വിധത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് മേൽ അവർ ഫലപ്രദമായി വിജയിപ്പിച്ചെടുത്ത ഭയപ്പെടുത്തൽ തന്ത്രം തന്നെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജനാധിപത്യ രാഷ്ട്രത്തിലെ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും അതീതരാണ് തങ്ങളെന്ന് സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് ഒത്തവണ്ണം അവർ രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു രാജ്യത്ത് എത്ര മതവിഭാഗങ്ങൾ താമസിച്ചാലും ആ രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക മത തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി മാത്രം കെട്ടിപ്പടുക്കണമെന്നും അല്ലാത്തതെല്ലാം നിരാകരിക്കപ്പെടണമെന്നുമുള്ള അജണ്ടകൾ കൃത്യമായി തന്നെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ടകൾക്ക് അനുസൃതമായി ഇലക്ഷനുകളിലെ വിജയത്തെ നിർണയിക്കുകയും ചെയ്യുന്ന സാഹചര്യവും സംജാതമായിരിക്കുകയാണ്. മുൻപ് പൂഞ്ഞാറിലും ഇപ്പോൾ പാലക്കാടും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ടകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ പാശ്ചാത്യ ഇസ്ലാമിതര രാജ്യങ്ങളിലും സ്ഥാപിക്കപ്പെട്ട് കീഴടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം അവർ മുതലെടുത്ത് ക്രൈസ്തവരടക്കമുള്ള ആ രാജ്യത്തെ ജനവിഭാഗത്തിന്റെ അനൈക്യവും ചേരി ചേരായ്മയും തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം. അതേ പാറ്റേണിൽ തന്നെയാണ് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ഇവർ ആയുധമായി ഉപയോഗിച്ചതും. അതുകൂടാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ നിഗൂഢ നീക്കങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ ഒരു അവബോധം കേരളത്തിലെ സാധാരണക്കാർക്ക് ഇല്ല എന്നതും അവർ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന നിഗൂഢ സംഘത്തിന്റെ നീക്കത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് അത് ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശമാണെന്ന് തോന്നുന്നതിനാൽ ഇത്തരം നിഗൂഢമായ പ്രവണതകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അവർ പെട്ടെന്ന് അംഗീകരിക്കുന്നില്ല. എന്നാൽ മോഡറേറ്ററായ ഇസ്ലാമിക സമൂഹത്തെ കൂടി ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് അവർ ശക്തമായി മുൻപോട്ട് പോകുന്നത്. കാരണം ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാക്കുവാനും നഷ്ടപ്പെട്ടു പോയ ഖിലാഫത്തിന്റെ പ്രതാപങ്ങൾ മടക്കി കൊണ്ടുവരുവാനും അവർ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നാകയാൽ അവരുടെ കാപട്യങ്ങളെയും ആപൽക്കരമായ നീക്കങ്ങളെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകളെ പോലും അവർ വഴിതിരിച്ച് ഇസ്ലാമോഫോബിയ ആക്കി മാറ്റുകയാണ് പതിവ്.
ഇതൊക്കെ മോഡറേറ്റ് ഇസ്ലാമിക സമൂഹത്തിന് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നതാണ് വാസ്തവം. അതിതീവ്രമായ നിലപാടുകളുടെ ഇസ്ലാമിക ഭീകരവാദത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും രഹസ്യാത്മകതയും കുടില തന്ത്രങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും മതേതര സംഘങ്ങളെയുമൊക്കെ മറയാക്കി പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനാകട്ടെ അത്ര പെട്ടെന്നൊന്നും തിരിച്ചറിയാനും ആളുകൾക്ക് കഴിയുകയുമില്ല. രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും വിദ്യാഭ്യാസം, റവന്യൂ, ആഭ്യന്തരം, ആരോഗ്യമടക്കമുള്ള എല്ലാ സർക്കാർ വകുപ്പുകളിലും നുഴഞ്ഞു കയറിയിട്ടുള്ള ഇത്തരക്കാർ ഉള്ളിലുള്ള ആശയങ്ങളെ മാറ്റാതെ അപ്പിയറൻസുകളും പേരുകളും മാറ്റി ക്രൈസ്തവ ഹൈന്ദവ മത സംവിധാനങ്ങളിലും പോലും കടന്നുകൂടി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മോഡറേറ്റ് ഇസ്ലാമിക നേതാക്കന്മാരൊക്കെ പറയുന്നത് ആധ്യാത്മീയതയിൽ ഊന്നിയ മക്കയിലെ ചര്യകളുമായി ഇടകലർന്ന ദിനചര്യകളാണ് ഒരു യഥാർത്ഥ മുസൽമാൻ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് മാറി രാഷ്ട്രീയപരമായ മദീനയിലെ ചര്യകളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പിന്തുടരുന്നത് എന്നാണ്. നിർഭാഗ്യവശാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നീക്കങ്ങളെ മൗനമായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവരുടെ നിസ്സഹായതകളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമായ സാഹചര്യമായി മാറിയത്. ഏതായാലും ആദർശമില്ലാത്തവരും അധികാര കൊതിയന്മാരുമായ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മുൻപിലേക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവരെ ശക്തമായി കീഴ്പ്പെടുത്തിയിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ടകൾക്ക് മുൻപിൽ കേരള രാഷ്ട്രീയം മുട്ടിവിറച്ചു നിൽക്കുന്ന പരമദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.